ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിൽ വംശഹത്യയ്ക്ക് സമാനമായ ക്രൂരമായ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതോടെ ഇസ്രായേലിൻ്റെ പുരോഗതിക്കുള്ള സകല സാധ്യതകളും അടഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ഇപ്പോൾ തന്നെ വലിയ കടക്കണിയിലേക്ക് നീങ്ങുകയാണ്. അതുപോലെ അവിടുത്തെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ സാമ്പത്തികമായി ഉണ്ടാകുന്ന ആഘാതങ്ങൾക്ക് പുറമെ നോർത്തേൺ ഇസ്രായേൽ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളിലൂടെ വലിയ നഷ്ടങ്ങൾ സൈനിക മേഖലയിലടക്കം ഇസ്രായേലിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിന് പുറമെ ഇസ്രായേലിന് വളരാനുണ്ടായിരുന്ന അല്ലെങ്കിൽ വളരാൻ സാധിക്കുമായിരുന്ന പല ചങ്ങാത്തങ്ങളും അതുപോലെ വ്യവസായ സാധ്യതകളും നയതന്ത്ര സാധ്യതകളുമൊക്കെ ഈ യുദ്ധത്തോടു കൂടി അടഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ അറബ് രാജ്യങ്ങളുമായി വലിയ ചങ്ങാത്തത്തിൽ മുന്നോട്ട് പോകാനായി ഇസ്രായേൽ ഒരു ബൃഹത് പദ്ധതി തയ്യാറാക്കിയിരുന്നു. പ്രത്യേകിച്ചും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചങ്ങാത്തത്തിലാണ് ഞങ്ങളെന്നും പുതിയ കരാറുകൾ വരാൻ പോവുകയാണ് എന്നുമൊക്കെ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ഇസ്രായേൽ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ഒരു സന്തോഷമെന്ന നിലയിൽ പറഞ്ഞിരുന്നതായും വാർത്തകളുണ്ടായിരുന്നു. കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള ചങ്ങാത്തം എല്ലാ രാജ്യങ്ങൾക്കും ഗുണകരമായ ചരിത്രം മാത്രമേ ഉള്ളൂ. ഇന്ത്യ ഉൾപ്പെടെ അറബ് രാജ്യങ്ങളുമായി വലിയ സൗഹൃദം പുലർത്തുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് അത് വ്യവസായപരമായും മറ്റ് പല മേഖലകളിലും ഇന്ത്യക്ക് വലിയ ഗുണമുണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇസ്രായേലിന് അത്തരത്തിൽ വലിയ സാധ്യതകൾ മുന്നിലുണ്ടായിരുന്നത് ഒറ്റയടിക്ക് ഈ യുദ്ധത്തോടു കൂടി തകർന്നില്ലാതായിരിക്കുകയാണ്. അപ്പോഴും ഇസ്രായേൽ സൗദിയുമായി സൗഹൃദത്തിലാണ്, അല്ലെങ്കിൽ സൗദി അറേബ്യയൊക്കെ ഇസ്രായേലിൻ്റെ പക്ഷം നിന്നുകൊണ്ട് വേണ്ട രീതിയിൽ സംസാരിക്കുന്നില്ല എന്ന മട്ടിലൊക്കെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇന്ന് സൗദി അറേബ്യ മുഖത്തടിച്ചതുപോലെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ്. പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കാതെ, സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയത്തെ അംഗീകരിക്കാതെ ഒരിക്കലും ഇനി ഇസ്രായേലുമായി യാതൊരു വിധത്തിലുള്ള നയതന്ത്ര ബന്ധവും ഉണ്ടാകില്ല എന്ന് സൗദി അറേബ്യ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൻ്റെ വക്താവായിട്ടുള്ള ജോൺ കിർബി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ സൗദി അറേബ്യയും അറബ് രാജ്യങ്ങളും തയ്യാറാണ് എന്ന് റിയാദിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. സൗദി അറേബ്യ എന്തായാലും ഇസ്രായേലുമായി ചങ്ങാത്തത്തിലാകുമെന്ന മട്ടിലൊക്കെയായിരുന്നു. അതായത് ഈ ഒരു യുദ്ധം കൊണ്ട് ഇസ്രായേലിനുണ്ടായിട്ടുള്ള സകല ഡാമേജുകളും പരിഹരിക്കാൻ വേണ്ടി വൈറ്റ് ഹൗസ് വക്താവ് തന്നെ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം, വെടിനിർത്തലോടുകൂടി എല്ലാം പഴയ പോലെയാകും, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, ഇസ്രായേൽ ഇനിയും പുരോഗതിയിലേക്ക് പോകും, അറബ് രാജ്യങ്ങളൊക്കെ സഹായിക്കും, ചങ്ങാത്തത്തിലാകും എന്ന മട്ടിലൊക്കെയായിരുന്നു ഈ പ്രസ്താവന ജോൺ കിർബി നടത്തിയത്. ഇത് നടത്തിയതിന് തൊട്ടു പിന്നാലെ സൗദി അറേബ്യ മുഖത്തടിച്ചതുപോലെ ചുട്ട മറുപടി അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും കൊടുത്തിരിക്കുകയാണ്. സൗദി അറേബ്യ വ്യക്തമായി വാർത്താക്കുറിപ്പിൽ പറയുന്നത്, ഒരു കാരണവശാലും ഇസ്രായേലുമായി ഒരു നീക്കുപോക്കിന് ഞങ്ങളില്ല, ഇസ്രായേലുമായി ഒരു സൗഹൃദത്തിനും ഞങ്ങളില്ല, ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ എന്ന വാക്കാണ് സൗദി ഉപയോഗിച്ചത്. അതായത് നയതന്ത്ര ബന്ധം തകർന്നിരിക്കുന്നു, നയതന്ത്ര ബന്ധം ഇനി ഇസ്രായേലുമായി ഇല്ല, ഇനി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ, അങ്ങനെ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ ഫ്രീ പലസ്തീൻ, സ്വതന്ത്ര പലസ്തീൻ എന്ന ആവശ്യം അംഗീകരിക്കപ്പെടുക തന്നെ വേണം. പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊണ്ടെങ്കിൽ മാത്രമേ, അതിനെ ഇസ്രായേൽ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഇനി ഒരു ചങ്ങാത്തവും മുന്നോട്ട് പോക്കും നയതന്ത്ര ബന്ധവും ഉണ്ടാകൂ എന്നാണ് സൗദി അറേബ്യ വ്യക്തമാക്കുന്നത്. സൗദി അറേബ്യയുടെ വാർത്താക്കുറിപ്പിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിദേശകാര്യ മന്ത്രാലയമാണ് ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്, അതിൽ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അമേരിക്ക പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് ഈ വാർത്താക്കുറിപ്പിൽ പറയാതെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1967 ഈസ്റ്റ് ജെറുസലേം തലസ്ഥാനമാക്കി അതിർത്തി നിർണയിച്ച് സ്വതന്ത്ര പലസ്തീൻ എന്ന രാജ്യം അംഗീകരിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കരാർ നിലവിലുണ്ട്, അതങ്ങ് നടപ്പാക്കുക. അങ്ങനെ നടപ്പായെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു മുന്നോട്ട് പോക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകൂ എന്ന് സൗദി അറേബ്യ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യുദ്ധത്തോടു കൂടി ഇസ്രായേലിന് പല മേഖലകളിലും വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അമേരിക്ക തിരിച്ചറിയുകയാണ്, അല്ലെങ്കിൽ അമേരിക്ക സമ്മതിക്കുകയാണ്. ആ വാക്കാണ് ശരി, അമേരിക്ക സമ്മതിക്കുകയാണ് എന്നാണ്. അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അമേരിക്ക ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് വരുന്നത്? അത് അമേരിക്കയും ബാധിച്ചിട്ടുണ്ട്, അത് പ്രകടമാണ്. അതോടൊപ്പം അമേരിക്കയുടെ ചങ്ങാതിമാരായ ഇസ്രായേലിന് വലിയൊരു അപകടത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ വലിയ അപകടത്തിൽപ്പെട്ട് അവർ കിടക്കുമ്പോൾ അവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇനി വരാൻ പോകുന്ന, ഭാവിയിൽ വരാൻ പോകുന്ന വലിയ തോതിലുള്ള തിരിച്ചടികൾ അത് തടയുക, അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്ക ഇപ്പോൾ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, ഗസയിലേക്ക് തുടർച്ചയായ മനുഷ്യത്വരഹിതമായ ഒരു വംശഹത്യയ്ക്ക് സമാനമായ നിലയിലുള്ള വ്യോമാക്രമണങ്ങളും മറ്റാക്രമണങ്ങളും നടത്തിയിട്ട്
അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ പൂർണ്ണമായും ലംഘിക്കുന്ന വിധത്തിൽ അഭയാർത്ഥി ക്യാമ്പുകളും ആശുപത്രികളും കുട്ടികളുടെ ആശുപത്രികളും ഒക്കെ തകർത്തു തരിപ്പണമാക്കി വരാൻ പോകുന്ന ഒരു വലിയ തലമുറയെ മൊത്തമായി ഇല്ലാതാക്കിയിട്ട് 27,600 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്നലെ വന്ന കണക്ക്. ഇന്നത് 28 29 ആയിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത് ഔദ്യോഗിക കണക്കുകൾ അത്രയും പറയുമ്പോൾ അതിൽ ഞെട്ടിക്കുന്നൊരു വസ്തുത 20,000-ലധികം വരുന്നത് സാധാരണ സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ഒരു ആക്രമണം, സാധാരണക്കാരായ സിവിലിയൻസിനെ കൊന്നുകൊണ്ടുള്ളൊരു ആക്രമണം. ആ ആക്രമണം നടത്തിയത് ഹമാസ് ആണെങ്കിലും അതിനിടയിൽ ഇസ്രായേൽ സൈനികരും കുറേ സാധാരണക്കാരെ വെടിവെച്ചു കൊന്നത് ഹമാസിൻ്റെ തലയിൽ ഇട്ടു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്കിലും ഹമാസ് തന്നെയാണ് അവിടെ ഒരു ആക്രമണം നടത്തിയത്. അതിലൊരു തർക്കവുമില്ല. ഹമാസ് അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടുണ്ട്, നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. പല കഥകളും വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞു. പക്ഷേ മരണസംഖ്യയിൽ ഉത്തരവാദികൾ ഹമാസും കൂടിയാണ്. അതിനെ അപലപിച്ചവരാണ് എല്ലാവരും. സാധാരണക്കാരെ കൊന്നുകൊണ്ടുള്ള ഒരു ആക്രമണം നടക്കില്ല. സൈനികരുമായി ഏറ്റുമുട്ടിക്കോളൂ, സാധാരണ സിവിലിയൻസിനെ കൊന്നു കളഞ്ഞിട്ട് എന്ത് നേടാൻ? ആ പാവങ്ങളെ കൊല്ലേണ്ടതില്ല എന്ന് ലോകം മുഴുവൻ പറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞ ആളുകൾ ഗസയിൽ ഇത്രയും സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ട്, സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ട്, പാവപ്പെട്ട മനുഷ്യർ കൊല്ലപ്പെട്ടിട്ട് എന്തുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല, അല്ലെങ്കിൽ അതിൽ സംസാരിക്കുന്നില്ല? ഇസ്രായേലിലെ ആളുകൾ മരിക്കുമ്പോൾ അത് ഹമാസിൻ്റെ ക്രൂരതയും തീവ്രവാദവും ഭീകരാക്രമണവുമാണെങ്കിൽ ഗസയിലെ സാധാരണക്കാരെ ഇസ്രായേൽ സൈന്യം കൊല്ലുന്നതിനെ എന്തു പേരിട്ടാണ് വിളിക്കുക? അതാണിപ്പോൾ ലോകം ചോദിക്കുന്നത്. ഹമാസിനെ തീർക്കാനാണെങ്കിൽ അന്തസ്സായിട്ട് ഹമാസിനെ തീർത്തിട്ട് പൊക്കോണം. അല്ലാതെ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ സാധിക്കാത്ത വിധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും, ഇപ്പോഴുള്ള തലമുറയെയും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് കാരണമാകേണ്ട സ്ത്രീകളെയും നിഷ്ഠൂരമായി കൊന്നുതള്ളുന്ന, അത് ഒരു വംശഹത്യയുടെ സ്വഭാവമുണ്ട് എന്ന് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയിൽ പറഞ്ഞതാണ്. അത്രയും നീചമായൊരു നീക്കം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആളുകൾക്ക്, അതായത് ഇസ്രായേലിലെ സാധാരണക്കാരെ കൊന്നതിൽ വിലപിച്ചവർക്ക് അല്ലെങ്കിൽ അപലപിച്ചവർക്ക്, ഞാൻ ഉൾപ്പെടെ അപലപിച്ചതാണ്, പക്ഷെ ഞാൻ ഇതും അപലപിക്കുന്നുണ്ട്, ഈ ഗസയിലെ കൊലപാതകത്തെയും അപലപിക്കുന്നുണ്ട്. അതാണ് നിഷ്പക്ഷമായ നിലപാട്. അല്ലാതെ ഇസ്രായേലിലെ കുറച്ച് ആളുകൾ മരിക്കുമ്പോൾ അയ്യോ എന്ന് പറയുകയും ഗസയിലെ ഇത്രയധികം ആളുകൾ, അതും സിവിലിയൻസ് ആണെന്ന് ആലോചിക്കണം, സാധാരണ മനുഷ്യർ, അവർ കൊല്ലപ്പെടുമ്പോൾ അത് മതം നോക്കിയിട്ടാണ് അവർ മരിക്കേണ്ടവരാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആ നടപടി, അത് തെറ്റാണ്. അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ഇസ്രായേലിന് നേരെ ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്രായേലുമായി നിരവധി രാജ്യങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലെ തുറമുഖങ്ങളിലേക്കടക്കം കപ്പലുകൾ എത്താത്ത അവസ്ഥ, അത് വിദൂര ഭാവിയിൽ ഇസ്രായേലിനെ വല്ലാതെ പിടിച്ചുലയ്ക്കും. ഇപ്പോൾ തന്നെ അവിടുത്തെ കമ്പനികളുടെ അവസ്ഥ, പ്രവർത്തനങ്ങൾ ഒക്കെ നിലച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടാത്തതിനെ തുടർന്ന് നിർമ്മാണ വിതരണ മേഖലകളൊക്കെ പ്രതിസന്ധിയിലാണ്. അവിടുത്തെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ച പൈസയൊക്കെ എടുത്ത് യുദ്ധത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആ രാജ്യത്തിന് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് പെട്ടെന്നല്ലെങ്കിലും വിദൂര ഭാവിയിൽ, സമീപ ഭാവിയിൽ അത് പ്രകടമാവുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഡാമേജ് ഇസ്രായേലിന് ഉണ്ടാവുകയും ലോകം മുഴുവൻ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ തിരിയുകയും ചെയ്യുന്നൊരു സമയത്താണ് അമേരിക്ക സൗദിയുടെ അടുത്ത് പോയിട്ട് ഈ വെടിനിർത്തലോടെ നമുക്കെല്ലാം അങ്ങ് പരിഹരിക്കുക എന്ന് പറയുന്നത്. ഇത്രയും ആളുകളെ കൊന്നു തള്ളിയിട്ട് പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തെ അംഗീകരിക്കാതെ ഇസ്രായേൽ മടുത്ത് അമേരിക്കയ്ക്ക് പണി കിട്ടി അവരങ്ങ് നിർത്തിയാൽ എല്ലാവരും കൈയടിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ അത് തെറ്റിപ്പോയി എന്ന് ഇസ്രായേലിൻ്റെ മുഖത്ത് നോക്കി, അമേരിക്കയുടെ മുഖത്ത് നോക്കി അമേരിക്കൻ വൈറ്റ് ഹൗസ് വക്താവ് ജോൺ കിർബിയുടെ വാദങ്ങൾക്ക് ചുട്ട മറുപടിയായി സൗദി അറേബ്യ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും സൗദി അറേബ്യയുടെ സ്വതന്ത്ര പലസ്തീൻ വന്നതിന് ശേഷം മാത്രം നമുക്കിനി ചർച്ച ചെയ്യാം, ഇസ്രായേലിൻ്റെ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാം എന്ന് പറഞ്ഞ ആ നിലപാട് അത് അംഗീകരിക്കുകയാണ് സൗദി അറേബ്യ. ആദ്യഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ പലരും മടിച്ചു നിന്നുവെങ്കിലും ഇപ്പോൾ മുഖത്തടിച്ച് തുറന്നടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നു എന്നത് വളരെ സവിശേഷമായ കാര്യമാണ് ഈ യുദ്ധകാലത്ത്. എന്തായാലും പശ്ചിമേഷ്യയിൽ മുഴുവൻ തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായ വികാരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ നീക്കങ്ങൾ വിജയിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് 4 മാസം പിന്നിടുമ്പോഴും ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ പ്രതിസന്ധിയായി തന്നെ മാറുകയാണ്, സംശയമില്ല.